ഇന്നലെ അങ്ങനെ ഇംഗ്ലണ്ട് തോറ്റു. അർജൻറ്റീനയോട് നല്ല തകർപ്പനായിട്ട് തന്നെ ഇംഗ്ലണ്ട് തോറ്റുണ്ട്. കളിയുടെ മുക്കാൽ ഭാഗവും അടിപൊളിയായിട്ട് കളിച്ചിട്ട് അവസാന നിമിഷം ഇംഗ്ലണ്ട് തോറ്റു. അതിനിനി എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഇംഗ്ലണ്ട് ഫൈനലിലെത്താനും പോകുന്നില്ല. ഇംഗ്ലണ്ട് തിരിച്ചു പോകുന്നു, അത് സത്യമാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കളിയിലെങ്കിലും ഒരു കോൺട്രവേഴ്സി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പിക്ക് കാണാനിട വന്നത്. അപ്പം തന്നെ നമ്മൾ ഓർത്തു, എൻ്റെ ദൈവമേ, തോപ്പിച്ച് കളഞ്ഞാണല്ലോ എന്ന്. കാരണം ഒരു സ്പോർട്ടിന്, അതായത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിക്ക് 2 നിയമം 3 നിയമമൊക്കെ ആണല്ലോ ഇവിടെ നിന്നും ഓർത്തപ്പോൾ മനസ്സിൽ ശരിക്കും സങ്കടമാണ് തോന്നുന്നത്. കാരണം ഈജിപ്തിനെതിരെയുള്ള കളിയിൽ ഈജിപ്തിൻ്റെ 3ാമത്തെ ഗോൾ ഡിസലവ് ചെയ്തത് ഗോളിൻ്റെ ബിൽഡപ്പിൽ അർജൻറ്റീനിയൻ പ്ലെയർ സ്പൈക്ക് ചെയ്തിട്ടാണെങ്കിൽ കാലിൽ അത് അബദ്ധത്തിൽ പറ്റിയതാണ് കേട്ടോ. ഇവിടെ മെസ്സി ഗോളിൻ്റെ ബിൽഡപ്പിൽ, അതായത് 2ാം ഗോളിൻ്റെ ബിൽഡപ്പിൽ ഇംഗ്ലണ്ട് പ്ലെയറെ, അതും ഇംഗ്ലണ്ടിൻ്റെ ബോക്സിനുള്ളിൽ വെച്ച് സ്പൈക്ക് ചെയ്തിട്ട് റെഫറി ഒന്നും കൊടുക്കാണ്ടിരുന്നപ്പോൾ അവിടെ അത് ഗോൾ ഡിസലവ് ചെയ്ത് അർജൻറ്റീനയെ വിജയിപ്പിച്ച പോലെ തന്നെ ഇവിടെ അർജൻറ്റീനയ്ക്ക് ഗോളിന് വഴിയൊരുക്കി അർജൻറ്റീനയെ വിജയിപ്പിച്ചപ്പോൾ എന്തോന്നാ പറയാനുള്ളത്. ഇപ്പോൾ വരും അർജൻറ്റീന ഫാൻസ് വരും, കിടന്ന് മോങ്ങടാ, നീ പൊട്ടനാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നിനക്ക് കളി അറിയില്ല, റൂൾസ് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഞാൻ ഇത് സമ്മതിക്കണു, ഞങ്ങളുടെ ഇംഗ്ലണ്ട് പൊട്ടി, ഞങ്ങൾ പുറത്ത് പോയി. പക്ഷെ മാന്യമായിട്ടാണ് പുറത്ത് പോയത്. ഒരു റെഫറിക്കും കോഡ് കൊടുക്കാൻ പോയിട്ടില്ല, ഒരു ഫിഫ പ്രസിഡൻറ്റിൻ്റെ ഒന്നിനും പോയിട്ടില്ല. അവിടെ നിന്നാണ് ഇംഗ്ലണ്ട് ഇവിടം വരെ എത്തി അന്തസ്സോടെ പുറത്ത് പോണത്. അപ്പോൾ അർജൻറ്റീനയെ എന്താ വിളിക്കുക, മെസ്സിനെ എന്താ വിളിക്കുക? സ്പെയിനിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വെറുതെ സ്വപ്നം കാണണ്ട. സ്പെയിനെ ജയിച്ചാൽ അത് നിങ്ങളുടെ കുരുത്തം, ഭാഗ്യം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്പെയിൻ ജയിക്കുന്നത്. കാരണം എങ്ങനെ ജയിക്കാനാണ്? അർജൻറ്റീന എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അതിനൊക്കെ കൂട്ടുവെക്കുന്ന ഫിഫയാണ് കൂടെയുള്ളത്. പിന്നെ എങ്ങനെ സ്പെയിൻ ജയിക്കാനാണ്? സ്പെയിൻ ജയിക്കാൻ മരിച്ചു കളിക്കുന്നത് എനിക്കറിയാം. പക്ഷേ എന്ത് കാണിച്ചാലും സ്പെയിനിന് ജയിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കുറച്ച് പേര് പുറകിലുള്ളപ്പോൾ അർജൻറ്റീന എന്നെ കപ്പെടുക്കുകയും ചെയ്യും, കപ്പ് കൊണ്ടുപോകുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അങ്ങനെ നടക്കാണ്ടിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇംഗ്ലണ്ടിനെയും ചതിയിലൂടെ തോപ്പിച്ചിട്ടാണ് അർജൻറ്റീന ഫൈനലിലെത്തിയത്. എന്നെ തെറി വിളിക്കുന്നവർ തെറി വിളിച്ചോളൂ, ചീത്ത പറയേണ്ടവർ ചീത്ത പറഞ്ഞോളൂ, കമൻറ്റ് ഇട്ടോളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ, ഇതൊക്കെ സത്യമെന്ന് വിശ്വസിക്കുന്നവർ സപ്പോർട്ട് ചെയ്തോളൂ. അത്രേ ഉള്ളൂ. ബൈ.